മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്ലാവ് മുറിക്കുന്നതിനിടെ കാൽവഴുതി മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്ന തൊഴിലാളിയെ അഗ്നിരക്ഷാസേന പ്രവർത്തകർ സ്ഥലത്തെത്തി അതിസാഹസികമായി രക്ഷപ്പെടുത്തി. പാലക്കാട് വാണിയംകുളം പത്തംകുളത്ത് പ്ലാവ് മുറിക്കുന്നതിനിടയിൽ മരത്തിൽ നിന്നും കാൽവഴുതി തലകീഴായി തൂങ്ങിക്കിടന്ന 54-കാരനെ അഗ്നിരക്ഷാസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി. പത്തംകുളം പള്ളിയത്ത് വീട്ടിൽ രാമൻകുട്ടിയുടെ വീട്ടിലെ പ്ലാവ് മുറിച്ചു മാറ്റുന്നതിനിടെയാണ് തയ്യപ്പടി കടുക്കാവിൽ വീട്ടിൽ സുന്ദരൻ എന്ന തൊഴിലാളി അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. മരത്തിന്റെ മുകളിൽ വെച്ച് അപ്രതീക്ഷിതമായി കാല് തെറ്റിയ സുന്ദരൻ ഉയരമുള്ള മരച്ചില്ലകൾക്കിടയിൽ തലകീഴായി കുടുങ്ങിപ്പോവുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ ഷൊർണൂരിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. ഏറെ പ്രയത്നപ്പെട്ട അതിവേഗത്തിലാണ് ഇവർ സുന്ദരനെ താഴെയിറക്കി സുരക്ഷിതനാക്കിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത് രവീന്ദ്രൻ, വിനീത്, ഫാറൂഖ്, ഇല്യാസ്, ഹോംഗാർഡ് ജോബിൻ, സിവിൽ ഡിഫൻസ് അംഗം ജമാൽ നാസർ എന്നിവരും ഈ സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. സംയോജിതമായ ഇടപെടലിലൂടെ വിലപ്പെട്ട ജീവൻ രക്ഷിച്ച രക്ഷാപ്രവർത്തകരെ നാട്ടുകാർ ഒന്നടങ്കം അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് CCV.